ഗൈസ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു മാസമായിട്ട് എൻ്റെ ഒരു ദിവസം എങ്ങനെ പോകുന്നു എന്ന് കണ്ടാലോ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ച് വെള്ളമൊക്കെ ഞാൻ അങ്ങനെ കുടിക്കും. പിന്നെ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻസോ അപ്ഡേഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കും. യൂട്യൂബിൽ എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂടിയോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നോക്കുക. അപ്പോൾ വെള്ളം കുടികളൊക്കെ ശരിക്കും ഞാൻ അവസ്ഥ കൊണ്ട് ഇൻക്ലൂഡ് ആക്കിയതാണ്. അല്ലാണ്ട് എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് ഒരു വെള്ളം കുപ്പിക്കും ഒരു സ്പേസും ഉണ്ടാവത്തില്ല. കാരണം ഞാൻ വെള്ളം കുടിക്കുന്നതിൽ കുറച്ച് തോൽവിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ രാവിലത്തേക്ക് ഗോതമ്പ് കൂട്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗോതമ്പ് കൂട്ട് വിരോധിയൊന്നുമല്ല. ഗോതമ്പ് കൂട്ടിന് ഒത്തിരി ഹൈറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ചൂടായതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഫ്രിഡ്ജിൻ്റെ അകത്ത് മാവിരിപ്പുണ്ട്, വേണമെങ്കിൽ അട ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അട വെക്കാമെന്ന്. കാരണം അട എനിക്കിഷ്ടമാണ്. ഒരു തട്ടിൽ ഗോതമ്പ് കൂട്ടും അടയും വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടയുടെ ഓപ്ഷനേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആവി വന്നോന്നാണ് ഞാൻ ഈ വന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മിട്ടുവിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 2-ലുള്ള 3 പേരിൽ ഒരാൾ. ഇവൻ രണ്ടാമൻ, മൂന്നാമത്തേത് എവിടെയെങ്കിലും കാണും. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നെങ്കിലും വ്യത്യസ്തതയുള്ള പൂച്ചസാറന്മാരാണ്. എങ്കിലും കുരുത്തക്കേടിനും കുന്തളിപ്പിനും യാതൊരു കുറവുമില്ല. അപ്പോൾ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ സാധനത്തിന് എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞുണ്ട് നമുക്ക് പിടിച്ച് പൊട്ടിക്കാൻ തോന്നും, ഞെക്കി പൊട്ടിക്കാൻ തോന്നും. ഇനി കൈ കഴിയില്ല എന്ന് വേണ്ട, നമ്മൾ കൈ കഴുകിയിട്ട് നേരെ അടുക്കളയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആവി വന്ന സ്ഥിതിക്ക് നമുക്കിനി കുളിക്കാൻ പോവാം. അപ്പോൾ ഞാനൊരു സത്യം പറഞ്ഞുണ്ടല്ലോ ഗൈസ്, ഇത് ഞാൻ കുറച്ചുകൂടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ വീഡിയോ നടക്കുമ്പോൾ എല്ലാവരും പോലെ ഭയങ്കര കൂറ ലുക്കിലൊക്കെ ഞാൻ നടക്കാറ്. അപ്പോൾ കൊച്ചിലെ തൊട്ടേ ഞാനും കുളിയും തമ്മിൽ ചേരില്ല. ഒരു മാഗ്നറ്റിൽ ഓപ്പോസിറ്റ് പോൾസ് എങ്ങനെയായിരിക്കും, അങ്ങനെയായിരുന്നു ഞാനും കുളിയെന്ന് പറഞ്ഞു വന്നത്. ഈ അടുത്തിടയ്ക്കായിട്ട് കുളിയും ഞാൻ കറക്റ്റ് ആക്കി, ഇല്ലെങ്കിൽ പണി പാളും. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഇപ്പോൾ ഞാൻ കുളിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UTI ഇപ്പോൾ പവറിഷായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമാകാൻ പോകുന്നു. അപ്പം നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ മാസം ലാസ്റ്റായിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസ്കംഫോർട്ട് പോലെ തോന്നി. ഇടയ്ക്ക് റെമഡീസ് എടുക്കുമല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഈ സാധനം ഒരു ദിവസം അങ്ങ് കൂടി, ഇത് മാറുന്നില്ല. എന്നിട്ട് ഒരു 1 വീക്ക് മെഡിസിൻ എടുത്തു. മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ പിന്നെയും പെയിൻ വരാൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഒന്നുകൂടെ പോയി കൾച്ചറൊക്കെ എടുത്ത് റിസൾട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആൻറ്റിബയോട്ടിക്സിനോട് ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആകെ റെസ്പോണ്ട് ചെയ്യുന്നത് ഇഞ്ചക്ഷനുമായിട്ടാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ നമുക്ക് ഡെയിലി എടുക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അത് 2 എണ്ണം വെച്ച് ഡെയിലി കഴിക്കാൻ. അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഗുളിക തീർന്നു കഴിയുമ്പോൾ എനിക്ക് പിന്നെയും പെയിൻ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ ജസ്റ്റ് വേറൊരു ഡോക്ടറിനെ കണ്ടു. കൾച്ചർ റിസൾട്ട് നോക്കിയിട്ട് പുള്ളിക്കാരൻ എനിക്ക് വേറൊരു മരുന്നൊക്കെ തന്നു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു മാസമായിട്ട് ഞാനൊരു 5-6 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഓൾറെഡി സിൽവർ സ്റ്റോം വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വെയിൽ കൊള്ളുന്നതും പിന്നെ ചൂട് കാലാവസ്ഥ അതെല്ലാം കൊണ്ടും സിറ്റുവേഷൻ കുറച്ച് വേസ്റ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഈ 2ാമത്തെ ഡോക്ടറിനെ പോയി കണ്ടത്. ഇപ്പോൾ അത്യാവശ്യം മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 1 വീക്കിലേക്ക് കൂടെ മെഡിസിൻ തന്നേക്കുവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു കൾച്ചറോടെ ചെയ്തിട്ട് അതിനകത്ത് എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് ഇനി അടുത്ത എന്താണെന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അട അവിടെ ഇരുന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ആ ആവിയിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ചുകൂടി സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ ഡയറക്റ്റ് പോയിട്ട് അട കഴിക്കാൻ പോയി. കാരണം അത്യാവശ്യം സമയമായിരുന്നു. ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും അത്യാവശ്യം സമയവും. നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇന്നിവിടെ ഗോതമ്പ് കൂട്ടായിരുന്നു. അപ്പം അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിയാവില്ല. ഗോതമ്പ് ചൂടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുണ്ടാക്കാം. അമ്മ കഴിഞ്ഞ ദിവസം ഇതുണ്ടാക്കിയതിൻ്റെ മാവ് ഫ്രിഡ്ജിൻ്റെ അകത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പപ്പണിയായി. ഞാൻ പിന്നെ കുറച്ച് മധുരമൊക്കെ ഇട്ട് ശർക്കരയായിട്ട് ദാഹശമിനിയാണ് കുടിക്കാറ്. അത് കാരണം ഒരു വലിയ സുഖമില്ല. ഇനി കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ അതാണ് കോമ്പിനേഷൻ. പക്ഷെ വേറെ നിവർത്തിയില്ല. ആദ്യം കഴിച്ചു നോക്കാം. ഞാൻ ഒരുപാടങ്ങോട്ട് ശർക്കര ഇട്ടില്ല. കണ്ടോ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അയ്യോ, ഒരുപാട് ശർക്കര ഇട്ടില്ല. ആവശ്യത്തിന് മധുരം. തേങ്ങ കൂടുതലെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ്. ഞാൻ അതായത് ഫുഡ് കഴിക്കട്ടെ. അത് കഴിച്ചായിട്ട് കാണാം. ബൈ. ഇനി മരുന്ന് കഴിക്കാനുണ്ട്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സീക്ക കാമിങ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ആ പേര് കൊടുത്തിട്ട് അതിനോട് ഒരു
ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അതിനോട് അങ്ങനെ പറയില്ല, അതിനോട് നീതി പുലർത്തിയാന്നൊക്കെ പറയില്ല. ആ പേരിന് 100% യോഗ്യതയുള്ള ഒരാളാണ്. കാരണം ഞാൻ ഇതുവരെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നിൽ ഇല്ലാത്ത ഓയിൽ വരെ എനിക്ക് പുറത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം എനിക്ക് വർക്കാവുന്നുണ്ട് കേട്ടോ. ടാൻ നല്ലതാണ് കേട്ടോ, പക്ഷെ ഒരു ഇച്ചിരി വില കൂടുതല. പക്ഷെ ഓരോ സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കണം. ഞാനിത് ഇത്തവണ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലതൊക്കെ ഫേക്ക് പ്രോഡക്റ്റ് ആണിങ്ങനെ തോന്നും. അപ്പോൾ ഇത്തവണ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു, എൻ്റെ ഒഫീഷ്യൽ .and.kയുടെ സൈറ്റിൽ നിന്ന്. അപ്പോൾ എനിക്ക് വിലക്കുറവിന് കിട്ടി. 60 ml ഉള്ളൂ. 60 ml ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 495. പക്ഷെ നമുക്ക് റേറ്റ് ഒക്കെ കുറവിന് കിട്ടും. പക്ഷെ റേറ്റ് വെച്ചിട്ട് ക്വാണ്ടിറ്റി ഭയങ്കര, പക്ഷെ സാധനം നല്ലതാണ്. ഈ കുരു വന്നേക്കുന്ന ദൈവമേ. നിങ്ങൾക്ക് ബാഡ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പൊട്ടും കമ്മലും ഒക്കെ വെച്ചിട്ടുണ്ട്. അല്ലെ കാണുന്ന ഒരു ചെരിവ് കാണുന്ന നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ പെണ്ണ് കാണിക്കുന്നതെന്ന്. ഞാൻ പുതിയ മോണിറ്റർ എടുത്തായിരുന്നു ഗൈസ്. എൻ്റെ പഴയ കുറേ വർഷം പഴക്കമുള്ള ഒരു മോണിറ്ററിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒന്ന് വീക്കായപ്പോൾ ഈ പണികളൊക്കെ ഒരുമിച്ച് വരുമെന്ന് പറയത്തില്ലേ, അതുപോലെ മോണിറ്റർ പണി മുടക്കി. ഞാൻ വലിയ ഫ്ലോയിലൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവിടോട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിൽ സ്പേസ് ഇല്ല. ഞാൻ ആരായി. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഡിറ്റിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ 3 തീയതി ഞാനും ഫ്രണ്ട്സും എല്ലാം കൂടെ 2 ഫ്രണ്ട്സും കൂടെ റിൻസിനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിൽവർ സ്റ്റോമിൽ പോയി. അപ്പോൾ സിൽവർ സ്റ്റോമിന് കൊടുക്കേണ്ട ഒരു റീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റീല് ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്ത് ഇന്ന് അപ്ലോഡ് ചെയ്യണം. ഇന്ന് മെയ് 23. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് വണ്ടർലെ പോലെ അല്ല, സിനിമ പാട്ടാണ് ഫുൾ ഇട്ടേക്കുന്നത്. അത് നമുക്ക് വൈബാണ്, സാധാരണ മ്യൂസിക് കേൾക്കുന്നതിനേക്കാളും അത് കേൾക്കുന്ന വൈബാണ്. പക്ഷേ എൻ്റെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ഒട്ടുമിക്ക വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്ലേ ആയേക്കുന്ന ഫുള്ള് സിനിമ പാട്ടുകളാണ്. നേരത്തെ പിടിച്ച് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യണം, വോയിസ് ഓവർ ചെയ്യണോ, ഓൺ വോയിസ് ചെയ്യുന്ന മറ്റേ അങ്ങനെ ലൈവായിട്ട് സംസാരിച്ച് പോകുന്നതല്ലേ കുറച്ച് എനർജി കാണുന്നവർക്ക്. അപ്പം അത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ കിട്ടും. അപ്പോൾ അത് ഇന്ന് എഡിറ്റ് ചെയ്ത് തീർത്താലോ എന്ന് വിചാരിക്കും. എനിക്ക് ചെറിയ വർക്കേ ഉള്ളൂ, ഒരു സേവ് ദ ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി തീർത്തിട്ട് കാണാം. ഇത് കണ്ടു, ഞാനാണെങ്കിൽ ആമസോണിൽ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് കാജൽ വെച്ചത് ഒരു കണ്ണ് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. കണ്ണ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കണ്ണിൽ മാത്രം ഞാൻ ഫുഡ് കഴിക്കാം. ഞാനിതിൻ്റെ ഒക്കെ വരട്ടി വെച്ചായിരുന്നു. എൻ്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക്, ഞാൻ റിവ്യൂ എന്തായാലും പറയാതെ, പക്ഷേ ഈ കണ്ണിനേക്കാൾ ഈ കണ്ണ് വലുതായിട്ട് തോന്നുന്നില്ലേ, അത് കാരണം ഞാനത് വാങ്ങിച്ചത്. ഇതാണ് ഞാൻ വെച്ചത്. മട്ടെല്ലാം കൂടെ വേണം. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. എനിക്ക് ഈ കണ്ണെന്താ പോലെ ഒന്നെങ്കിൽ ഇത് മാറ്റി കളയണം, അല്ലെങ്കിൽ 2 കണ്ണിൽ ഇത് ഇടണം. എന്താ പറയുക, അയ്യോ ഇതെന്തൊരു സാധനം. എനിക്ക് എൻ്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക് ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിലൊരു സ്റ്റഡി നടത്തിയിട്ട് ഇത് എൻ്റെ റിവ്യൂ ചെയ്യുന്നുള്ളൂ. ഞാൻ കൂടുതലും കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കാജൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കണ്ണൊക്കെയാണ് കുറച്ച് ഇപ്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. എൻ്റെ ഇങ്ങനെ ഇത്രയും ഉണ്ട പോലത്തെ അല്ല, കുഴിയിലുള്ള കണ്ണ്. അപ്പം ഞാൻ വിചാരിച്ചു ചില ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേ എൻ്റെ കണ്ണിനൊരു ഇതില്ല, കണ്ണ് ചെറുത് ചൈനക്കാരിയുടെ പോലിരിക്കും ചിലതിനകത്ത്. മഴ പെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചാറുന്നുണ്ട്, പെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഒന്നെങ്കിൽ ഫുള്ളായിട്ട് പെയ്യുക, അല്ലെങ്കിൽ പെയ്യാണ്ടിരിക്കുക. ഇതിപ്പോൾ മഴ പെയ്യുന്നുണ്ട്.
സൗണ്ട് കേൾക്കാവോ? എഡിറ്റിങ്ങിലേക്ക് പോവാണ്. കറണ്ട് പോയി ഗൈസ്. കറണ്ടൊക്കെ പോയി. അയ്യോ, ഞാൻ മറ്റേ സിൽവർ സ്റ്റോമിൻ്റെ ഇപ്പം കാണാമല്ലോ അല്ലേ, അവിടെ കണ്ണാടിയുണ്ട്. സിൽവർ സ്റ്റോമിൻ്റെ റീല് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നേ. യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുവായിരുന്നു. അപ്പം അത് ആ സമയത്ത് നല്ല ഇടിയും മിന്നലും പിന്നെ എല്ലാം അടിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ സിസ്റ്റം ഓഫാക്കിയിട്ട് ആ വീഡിയോ ഇരുന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ടൈറ്റിലൊക്കെ എഴുതിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും കറണ്ട് പോയിച്ച്. അപ്പോൾ വൈഫൈ ഡിസ്കണക്റ്റ് ആവുമല്ലോ. പിന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ നെറ്റിൽ ഞാനങ്ങ് ഇട്ടു. ഫോണിൻ്റെ നെറ്റിൽ ഞാനങ്ങ് പോസ്റ്റ് ചെയ്തു. എൻ്റെ ഇടിയുന്നത് കറണ്ടും പോയി, വൈഫൈ ഓഫായി. പുറത്ത് നല്ല മഴയാണ്. ഇപ്പം കറണ്ട് വന്നു. ഇപ്പോഴും നല്ല മഴയാണ്, ഇടിയുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഭ്രാന്താകുമ്പോൾ എനിക്ക് കൊള്ളത്തേ ഇല്ല ഒട്ട സാധനം. ഇപ്പം ഞാൻ അവിടെ മുട്ട ഉണ്ടാക്കും. അതെന്താവുമെന്ന് എനിക്കറിയത്തില്ല. നല്ലതാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, ശുഭപ്രതീക്ഷ. നോക്കാം എന്താവുമെന്ന്. ഞാൻ ചോറ് വരെ എടുത്തു വെച്ചു, അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇതൊക്കെ. നോക്കട്ടെ. ഗൈസ്, ഇതാണ് ആ മുട്ടക്കറി. മുട്ടക്കറിയാണോ എന്ന് ചോദിച്ചാൽ മുട്ടക്കറിയാണ്. ഉഡായിപ്പ് മുട്ടക്കറി. അറിയാൻ വേണ്ടത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അയച്ചു നോക്കാം. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. കഴിച്ച ഒട്ടും മോശമല്ല. അങ്ങനെ എനിക്ക് തോന്നി. ഒരു ഉള്ളിക്കറിക്കകത്ത് മുട്ട പൊട്ടിച്ചിട്ട് അങ്ങനെ ഇരിക്കും, അതുപോലെ. എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. ഗൈസ്, ഞാൻ കിടക്കാൻ പോവാണ്. ഞാൻ ഫുഡ് കഴിച്ചു. കുറച്ച് നേരം എന്തൊക്കെയോ ഒന്നും വർക്ക് നടന്നില്ല. ചില ദിവസം അങ്ങനെയാണ്. ചില ദിവസം നമ്മൾ പ്രൊഡക്റ്റീവ് ആവാൻ നോക്കും, പക്ഷെ പ്രൊഡക്റ്റീവ് ആവത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു കിടക്കാമെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ ബ്ലോഗ് എടുത്ത് തുടങ്ങിയായിരുന്നല്ലോ, അത് എൻഡ് ചെയ്യിപ്പിച്ചില്ലെന്നോ. അപ്പോൾ ഇപ്പം എല്ലാവരും കിടക്കുന്ന സമയം. അപ്പോൾ എന്താ പറയണ്ടേ, ഞാനൊരു പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു ബ്ലോഗ്. കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുക്കാമെന്ന്. പക്ഷെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇതൊക്കെ ഇനി കണക്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എന്താവും. അപ്പോൾ എന്തെങ്കിലും ഇതിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ, ഇപ്പോൾ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ഭംഗിയാവാൻ വേണ്ടി മാംലൈറ്റൊക്കെ ഇട്ടത് വലിയ കുമ്പില്ലാന്നറിയാം. എന്നാലും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ. നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ലൈഫിൻ്റെ ഒരു ഓപ്പോസിറ്റ് എൻഡിൽ വേറൊരു ഡിഫറെൻറ്റ് സ്റ്റോറി ഉണ്ടാവും. നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല പല മനുഷ്യരുടെ മനസ്സും ലൈഫും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്.